ഇത് കോൺഗ്രസിന്റെ മൻമോഹൻ സിംഗിന്റെ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾക്കുള്ള പ്രധാനമന്ത്രിയുടെ മറുപടിയാണെന്നാണ് ബിജെപിയുടെ ഉത്തരം. അഭിലാഷ്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇത്ര നീചമായ വാക്കുകൾ ഉപയോഗിച്ച് രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ പ്രസംഗം നടത്തിയപ്പോൾ BJP ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന ശങ്കു ടി ദാസ് അതിനൊൽപ്പം പോലും ഉയരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. ഇത്ര നീചമായിട്ടുള്ള, ഇത്ര വെറുക്കപ്പെടേണ്ട വാക്കുകൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്നുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തുക, അദ്ദേഹം ഭരിക്കുന്ന ജനങ്ങളിലെ 20% വരുന്ന ഒരു വിഭാഗത്തെ വേട്ട നായ്ക്കൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞു കൊടുക്കുന്ന, ഇവിടെ തീവ്ര മതവികാരമുള്ള മനുഷ്യരുടെ മുമ്പിലേക്ക് അവരെ എറിഞ്ഞു കൊടുക്കുന്ന ഒരു പ്രസംഗമാണ് നരേന്ദ്രമോദി നടത്തിയിട്ടുള്ളത്. 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, എന്താണ് ഡോക്ടർ മൻമോഹൻ സിംഗ് പറഞ്ഞത്? അദ്ദേഹം 2006 പറഞ്ഞത് BJPയുടെ ഒരു ഗവൺമെൻറ് അധികാരത്തിലിരുന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ ഭയവിഹ്വലരായ ഒരു കാലത്ത്, ഹതാശരായ ഒരു കാലത്താണ് അദ്ദേഹം അധികാരത്തിലേക്ക് വരുന്നത്. അവരാകെ ഭയാശങ്കയിലായിരുന്നു, അവരാകെ നഷ്ടബോധത്തിലായിരുന്നു, വിശ്വാസമില്ലായ്മയായിരുന്നു. അവരിൽ ആത്മവിശ്വാസം ജനിപ്പിക്കാൻ വേണ്ടി ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങളോട് അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഒറ്റപ്പെട്ടവരല്ല, നിങ്ങൾ ഈ രാജ്യത്തിൻ്റെ സ്വത്തിൽ തുല്യ അവകാശമുള്ളവരാണ്. നിങ്ങൾക്കാൾ ഒന്നാമത്തെ അവകാശം നിങ്ങൾക്ക് ലഭിച്ചിരിക്കും, അതില്ലാതാകില്ല. അത് ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും എല്ലാം തുല്യാവകാശം ഇവിടെ ഉണ്ടായിരിക്കും എന്നാണ് ഡോക്ടർ മൻമോഹൻ സിംഗ് 2006 പറഞ്ഞത്. അതിനുശേഷം അദ്ദേഹം 10 വർഷം ഇന്ത്യ ഭരിച്ചു. ഇന്നലെ പ്രസംഗിച്ച നരേന്ദ്രമോദി ആ 10 വർഷക്കാലത്തിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഇന്ത്യൻ സ്ത്രീകളുടെ മംഗല്യസൂത്രം മൻമോഹൻ സിംഗ് എടുത്ത് ഈ നുഴഞ്ഞു കയറ്റക്കാർ എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുന്ന, കൂടുതൽ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറി എന്ന് ഈ മനുഷ്യൻ പറഞ്ഞ മുസ്ലിങ്ങൾക്ക് കൂടുതലുണ്ടോ? അദ്ദേഹത്തിൻ്റെ 10 വർഷക്കാലത്തെ ഭരണത്തിൽ ഏതെങ്കിലും നീതികേട് ഇന്ത്യയിലെ ഏതെങ്കിലും പൗരന്മാരോട് മൻമോഹൻ സിംഗ് കാണിച്ചിട്ടുണ്ടോ? അഭിലാഷേ, 20% വരുന്ന ജനസംഖ്യ ഇന്ത്യയിൽ മുസ്ലിങ്ങളാണ്. അവരിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യയിൽ 1.5 ലക്ഷം കോടി മോഷ്ടിച്ചുകൊണ്ട് പോയിട്ടുള്ള, ഇന്ത്യയിൽ ബാങ്കുകളെ കബളിപ്പിച്ച് വിദേശ രാജ്യത്തേക്ക് കടന്ന നീരവ് മോദി, ലളിത് മോദി, മാല്യ തുടങ്ങിയ ഏതെങ്കിലും ശതകോടീശ്വരന്മാരിൽ ഏതെങ്കിലും ഒരാൾ ആ മുസ്ലിങ്ങളിൽ ഉണ്ടായിരുന്നോ? ഇന്ത്യയിൽ 80% വരുന്ന ഹിന്ദുക്കളെ, അവരുടെ വ്യവസായത്തെ, സ്വത്തിനെ, അവരുടെ മംഗല്യസൂത്രത്തെ ഏത് മുസ്ലിമാണ് കവർന്നെടുത്തുകൊണ്ട് പോയിട്ടുള്ളത്? ചരിത്രപരമായി യാതൊരു അടിസ്ഥാനവുമില്ലാത്ത 1ാം ഘട്ട തെരഞ്ഞെടുപ്പിൽ പരാജയം രുചിച്ചറിഞ്ഞ നരേന്ദ്രമോദി ഭയം കൊണ്ട്, പരാജയ ഭീതി കൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി രാജ്യത്തെ ജനതയെ ധ്രുവീകരിച്ച്, വർഗീയമായി ധ്രുവീകരിക്കാൻ നടത്തിയിട്ടുള്ള ഹേറ്റ് സ്പീച്ചാണിത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ ഒരിടത്തും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ഞങ്ങൾ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇന്ത്യയിൽ 1 ലക്ഷം പ്രകടന പത്രിക നരേന്ദ്രമോദിക്ക് അയച്ചു കൊടുക്കാൻ പോവുകയാണ്, ഇന്ത്യയിൽ എല്ലായിടത്തു നിന്നും. എന്താണിത്? ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് എന്തും പറയാൻ യാതൊരു ഭയവുമില്ലാത്ത, ഭയപ്പെടുമ്പോഴൊക്കെ രാജാവ് ജാതിയും മതവും പറയുന്നു, പെരുന്നുണ അടിച്ചിറക്കുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിൽ ഒരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, സ്വന്തം അംഗരക്ഷസേനയിൽ സിഖ് സമുദായത്തിൽപ്പെട്ട ആൾക്കാർ ഉണ്ട്. സിഖ് സമുദായം ഇന്ദിരാജിക്കെതിരായി വധഭീഷണി മുഴക്കിയിരിക്കുന്നു, അവരെ മാറ്റണം എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്, ഈ രാജ്യത്തെ ഏറ്റവും ന്യൂനപക്ഷമായ ഒരു സമുദായത്തിൻ്റെ അംഗങ്ങളെ എൻ്റെ ജീവൻ്റെ പേരിൽ ഞാൻ എൻ്റെ സേനയിൽ നിന്നും മാറ്റി നിർത്തിയാൽ പ്രധാനമന്ത്രി കസേരയിൽ ഇരിക്കാൻ ഞാൻ യോഗ്യയല്ല എന്ന് പറഞ്ഞ ഇന്ദിരാഗാന്ധി ഇരുന്ന കസേരയിൽ ഇരിക്കാൻ ഈ മനുഷ്യന് എന്ത് യോഗ്യതയാണുള്ളത്? ശരി, അതാണ് കോൺഗ്രസ്. നിർത്തില്ല, പറയൂ, കേൾക്കൂ, ഒരുപാട് കൂടി. എനിക്ക് ഇവരോട് പറയാനുള്ളത്, ചാണകം, പശു എന്നെല്ലാം പറഞ്ഞ് കഴിഞ്ഞ 10 വർഷമായി ഇന്ത്യ ഭരിച്ച പ്രധാനമന്ത്രിയാണ് ശ്രീ നരേന്ദ്രമോദി. എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ രാഷ്ട്രപിതാവ് ജനിച്ച നാടാണ് ഇന്ത്യ. ഈശ്വര തേരെ നാം എന്ന് പറഞ്ഞ രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്തെ ജനങ്ങളെ ഇങ്ങനെ ഭിന്നിപ്പിക്കരുത്. എന്താണ്, അല്ല, ഒരു കാര്യം കൂടി, എന്താണ് പ്രധാനമന്ത്രി പറഞ്ഞത്? അല്ല, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കൂ, അദ്ദേഹത്തിന്റെ പ്രസംഗം കൂടി. Earlier, when they were in power, they said Muslims have the first right to the wealth of the nation. This means they will distribute the wealth to those who have more children. To infiltrators, should your hard-earned money be given to infiltrators? Do you agree with this? The gold owned by mothers and daughters and
ആർ റീഡിസ്ട്രിബ്യൂട്ടിംഗ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ സഹോദരിമാരെ, അമ്മമാരെ, ശരി, ഓക്കേ, അതാണല്ലോ നമ്മൾ നേരത്തെ പറഞ്ഞത്. കഴിഞ്ഞിരിക്കുന്ന മംഗല്യസൂത്രം, സ്വർണം അത് പിടിച്ചു പറിച്ച് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ കൊടുക്കാൻ പോവുകയാണ് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ ഇത്ര മര്യാദകേട് ഒരു പ്രധാനമന്ത്രി ഉണ്ടാകാൻ കഴിയുമോ? ഈ മനുഷ്യൻ എങ്ങോട്ടാണ് ഇന്ത്യയെ നയിക്കുന്നത്? നമുക്ക് ഡൽഹിയിൽ ചെന്നാൽ അഭിലാഷേ ഇന്ത്യ ഗേറ്റ് ഉണ്ട്. ആ ഇന്ത്യ ഗേറ്റിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ജീവൻ ത്യജിച്ച തീർച്ചയായും അതൊക്കെ ഉണ്ട്. ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ശരി, ഒരുപാട് പേരുണ്ട്. ഞാൻ അതിലേക്കൊക്കെ വരാം. ഓക്കെ, ശരി. ശ്രീ ശങ്കുട്ടി